ഈയിടയ്ക്ക് ഒരു കപ്പൽ പോയപ്പോൾ ഞാൻ നിങ്ങളെ ഓർത്ത്. ഒരു കപ്പലടിച്ചുകൊണ്ട് പോയി സൊമാലിയൻ തീരത്തേക്ക് ഈയിടയ്ക്ക്. ഒരു 2 ആഴ്ചയായുള്ളൂ. ഞാൻ വാർത്തയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് നിങ്ങളെ ഓർത്ത്. നിങ്ങൾ അന്ന് അവിടെ ആഫ്രിക്ക കിടന്ന് അടികൊണ്ടൊക്കെ നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞില്ലേ? 2010 ഇത് സംഭവിക്കുന്നത്. 10 സെപ്റ്റംബറിൽ. അതെ. ഈ ആളുകളെ പെട്ടെന്ന് ഓർപ്പിക്കാൻ വേണ്ടി എന്തായിരുന്നു സംഭവിച്ച അന്ന് അങ്ങ് നാട്ടിൽ ഇവിടെ എന്തായിരുന്നു? ഡീപ് സീലായിരുന്നു. അവിടെ വെച്ചാണ് സൊമാലിയൻ പൈറേറ്റ്സ്. എത്ര കൊള്ളക്കാരായിരുന്നു വന്നത്? സൊമാലിയൻ കൊള്ളക്കാർ ആദ്യം 12-16 പേരോളം കപ്പലിൽ കയറിയോ? കപ്പലിൽ കയറി ഹുക്ക് ഉപയോഗിച്ച് ഹുക്ക് എറിഞ്ഞിട്ട്. കണ്ടോണ്ടിരിക്കുവല്ലേ കപ്പലിൽ കയറുന്നത്? ഇല്ല, ഞങ്ങൾ എഞ്ചിൻ റൂമില്ല. ഞാൻ എഞ്ചിനീയർ ആയിരുന്നു. അത് എഞ്ചിൻ റൂമിലായിരുന്നു. ആരെങ്കിലും കണ്ടോ ഇവര് കയറുന്ന കപ്പലിലോട്ട്? ആരും കണ്ടില്ല. രാത്രി ആയതുകൊണ്ട് ആർക്കും കാണാൻ പറ്റില്ല. രാത്രി എന്ന് പറഞ്ഞാൽ ഒരു 9 മണിയായിരുന്നു. ഈ കപ്പലിൽ അങ്ങനെയുള്ള സംവിധാനം ഒന്നുമില്ല. CCTV പോലെ പുറത്തുനിന്ന് ഒരാൾ എൻട്രി നുഴഞ്ഞുകയറ്റക്കാരൻ വരെ എവിടെ ഉണ്ടാവുമല്ലോ. ബോട്ട് റഡാറിക്കും കിട്ടണ്ട. അത് കിട്ടിയില്ല. ഫൈബർ ബോട്ടിലാണ് ഇവർ വരുന്നത്. മെയിൻ ബോട്ട് കൊണ്ടുവന്ന് ദൂരെ നിർത്തിയിട്ട് ഫൈബർ ബോട്ടിൽ വരും. അത് ഏതെങ്കിലും സൈഡിൽ പെട്രോളിങ് ആളില്ല എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം ആ സൈഡിൽ കൂടെ വന്നിട്ട് ഹുക്ക് എറിഞ്ഞിട്ട് ചാടി കയറും. എന്നിട്ട് ഫയറിംഗ് ആണ് കണ്ടിന്യൂ. അപ്പോൾ പിന്നെ നമുക്ക് ആർക്കും പോകാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഫയറിംഗ് സംവിധാനങ്ങളൊന്നുമില്ല. എല്ലാവരെയും ഒരു റൂമിനകത്തിട്ട് അടച്ച് എഞ്ചിനീയേഴ്സിനെ മാത്രം എഞ്ചിൻ റൂമിലാക്കി അവർ പറയുന്ന സ്ഥലത്തേക്ക് ഷിപ്പ് കൊണ്ടുപോയി. അവരെന്താ പറഞ്ഞത്? നിങ്ങളെ ഒന്നും ഉപദ്രവിക്കൊന്നുമില്ല. ഇല്ല, പൈസ കിട്ടിയാൽ മതി. നിങ്ങൾ ഉടനെ തന്നെ ഒരാഴ്ചക്ക് ഉള്ളിൽ തന്നെ വിട്ടു സന്തോഷമായിട്ടിരുന്നുള്ളൂ അല്ലേ? അതെ. അത് കഴിഞ്ഞാണ് പിന്നീട് ഓരോ ഇതിന് ബാർഗൈനിങ് സ്റ്റാർട്ട് ചെയ്തു. കോടികളായി, മില്യൺ. എത്ര കോടിയാ ലാസ്റ്റിൽ നിന്നത്? ആദ്യം 30 തുടങ്ങി. 30 രൂപയാണോ ചോദിക്കുന്നത്? അല്ല, മില്യൺ. ഡോളറല്ല. അവർക്ക് അമേരിക്കൻ ഡോളറാ താല്പര്യം. അതെ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ഡോളറാണ്. കൊണ്ടുവന്ന് ഏകദേശം 25-30. എത്ര മാസം അവിടെ തടവിലുണ്ടായിരുന്നു? ഷിപ്പിലായിട്ട് 6 മാസം. പിന്നെ അവര് ഞങ്ങളെ കുറെ പേരെ കരയിലേക്ക് കൊണ്ടുപോയി. അവിടെ മൊത്തം 4 വർഷം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സർക്കാരിനെ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി പീഡനം ഉണ്ടായിരുന്നു. ഇഷ്ടം തൊഴിയും അടിയും എപ്പോഴും ഉണ്ടായിരുന്നു. ഷിപ്പിലായിരുന്നപ്പോ ഒത്തിരി ആയിരുന്നു. കരയ്ക്ക് കൊണ്ടുപോയപ്പം അടി താങ്ങാൻ പറ്റുന്ന അടിയാണോ? വേദന എന്താന്നുള്ളത് നമ്മള് അറിഞ്ഞു. ഇവിടുന്നാണ് ഇനി ഇദ്ദേഹത്തിന്റെ കഥ തുടങ്ങുന്നത്. അതെ. സംഭവം എന്ന് വെച്ചാല് മെഴ്സി ഇല്ലാത്ത പ്രവർത്തനമായിരുന്നു അല്ലേ? ശരിക്കും എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ സംസാരിക്കേണ്ടി വരില്ലായിരുന്നു. അവിടെ കിടന്ന് കാഞ്ഞു പോയേനെ അല്ലേ? എങ്ങനെ ആദ്യം എപ്പോഴാണ് അറിയുന്നത് സൊമാലിയൻ കൊള്ളക്കാരെ തട്ടിക്കൊണ്ടുപോയെന്ന് ഹസ്ബൻഡിനെ? സൺഡേ മിഡ്നൈറ്റ് 12 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ഞങ്ങൾ ഷിപ്പ് പോകുകയാണ്, ബുധനാഴ്ച ഞാൻ സൈൻ ഓഫ് ആണ്, സൺഡേയിൽ ഞാൻ വീട്ടിലെത്തുമെന്ന് പറഞ്ഞു. ഇവര് വരുന്നത് ഡർബനിലേക്കാണ് വരുന്നത്. ഡർബനിലേക്കാണ് പോരുന്നത്. അപ്പോൾ ബുധനാഴ്ച സൈൻ ഓഫ് ചെയ്ത് ഞാൻ പോരുവാണ് എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ സിക്കായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. സൺഡേ മിഡ്നൈറ്റ് എന്നോട് സംസാരിച്ചു. അപ്പോൾ പതിവില്ലാതെ വെളുപ്പിന് പോകാൻ നേരത്ത് രാവിലെ വിളിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞ് വെളുപ്പിന് 4:00 ഒന്നോടെയും വിളിച്ചു. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എന്നും പറഞ്ഞ് വെളുപ്പിന് ഒന്നോടെയും വിളിച്ചു എന്നെ. അപ്പോൾ ഇനി ചെല്ലുന്ന സ്ഥലം ബുധനാഴ്ച ചെല്ലുമ്പോൾ ഡർബനിൽ എത്തുമ്പോൾ എന്നെ വിളിക്കത്തുള്ളൂ. അപ്പോൾ പതിവ് പോലെ കോള് വരാഞ്ഞിട്ട് ഞാൻ കുറച്ചൊന്ന് ഡിസ്റ്റർബ്ഡായി. ഈ പൈറസി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഒരു ആശങ്ക ഇങ്ങനെ കിടക്കും. ഇവർ പോയി കഴിയുമ്പോൾ പോകുമ്പോൾ പോലെ നമ്മുടെ ഉള്ളിൽ ഒരു ഭീതിയാണ് ഇവരുടെ ഷിപ്പിനെ കുറിച്ചേ. ആശങ്കയുണ്ട്. അപ്പോൾ എന്താ കോള് വരാത്തേ എന്നിങ്ങനെ ഓർത്ത് നമ്മളിങ്ങനെ എത്തേണ്ട സമയമായല്ലോ, എന്താ പോലും വിളിക്കാത്തതെന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പം നമുക്ക് ഇവരുടെ OMCയുടെ കമ്പനിയിൽ നിന്ന്, OMCA കമ്പനിയാണ് ഇവരെ റിക്രൂട്ട് ചെയ്തത്. അപ്പോൾ ആ കമ്പനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മിസ്സിസ് ജോർജ്, ഇങ്ങനെ നിങ്ങളുടെ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. സോഫാർ സൊമാലിയൻ പൈററ്റ്സ് ഹൈജാക്ക് ചെയ്തു. സോഫാർ ഓൾ ആർ ഓക്കെ, ഓൺ ബോർഡ് എല്ലാവരും സേഫ് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ സൊമാലിയൻ പൈററ്റ്സ് ഹൈജാക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ച് അറിവുള്ളതുകൊണ്ട് നമുക്കറിയാം ഇത് 1 ദിവസം 2 ദിവസം കൊണ്ടൊന്നും പ്രോബ്ലം. ഈ ബുധനാഴ്ച സൈൻ ഓഫ് ചെയ്ത് വരാനിരുന്ന ഒരാള് വിതിൻ 3-4 ഡേയ്സിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായല്ലോ എന്നുള്ളത് എനിക്ക് താങ്ങാവുന്നതിലേറെയായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് എനിക്ക് വളരെ അത്യാവശ്യമായിരുന്നു ആ സമയത്ത്. ഒന്ന്, ഞാൻ സിക്ക്, മോൻ 10th പഠിക്കുന്നു. അപ്പം എന്നോട് വിളിച്ചപ്പോഴും പുള്ളി പറഞ്ഞു, സെപ്റ്റംബറിലാണല്ലോ ഈ സംഭവം, സെപ്റ്റംബർ 28, 2010 സെപ്റ്റംബർ 28. അപ്പോൾ ഒക്ടോബറിൽ മോൻ 10th എക്സാം SA1 എക്സാം തുടങ്ങുക. അപ്പോൾ എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ, ഞാൻ മോൻ്റെ എക്സാമിന് വരുക, ഇനി മോൻ്റെ എക്സാം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ, മോൻ്റെ എക്സാം കഴിഞ്ഞേ പോകത്തുള്ളൂ, അതുകൊണ്ട് അതിനും കൂടി കൂടിയായിട്ടാണ് സൈൻ ഓഫ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സംഭവം എന്നെ വല്ലാതെ അങ്ങ് എനിക്ക് ഷോക്കായി. വീണുപോയി. സത്യം പറഞ്ഞ 2-3 ഡേയ്സ് ഞാൻ അടകടപ്പായി പോയി. എനിക്ക് ഇതിൻ്റെ ഒരു ആഴം ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ നോക്കുമ്പം എൻ്റെ കൊച്ച് പുറകെ നടന്നാൻ ഭക്ഷണം കഴിക്കില്ലാത്ത കൊച്ച് 2 ദിവസത്തേക്ക് ഒന്നും ഉണ്ടാക്കിയില്ല. ഞാനിങ്ങനെ കിടക്കുവാണല്ലോ, ഫുഡ് എടുത്ത് കഴിക്കണം, 2 ദിവസം മുമ്പുള്ള ഫുഡ് എടുത്ത് കഴിക്കണ ഒരു കാഴ്ച കണ്ടു. ആ കാഴ്ചയാണ് എൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ ഒരു
സ്പാർക്ക്. അവിടെ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എനിക്ക് ഉയർത്തെഴുന്നേക്കേണ്ടതുണ്ട്. കാരണം എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെ നോക്കാൻ ഞാൻ എഴുന്നേറ്റേ പറ്റൂ. അപ്പൊ അവിടുന്ന് ഞാൻ ഉയർത്തെഴുന്നേറ്റ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.